പുതുക്കിയ ബീഹാർ വോട്ടർ പട്ടികയിലും വ്യാപക കള്ളവോട്ടെന്ന് കണ്ടെത്തൽ. 3 മണ്ഡലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ 80,000-ലധികം കള്ളവോട്ടുകൾ ചേർത്തുവെന്നാണ് വെളിപ്പെടുത്തൽ. ഇല്ലാത്ത മേൽവിലാസത്തിൽ ആയിരക്കണക്കിന് വോട്ടുകൾ ചേർത്തിരിക്കുന്നുവെന്നും റിപ്പോർട്ടർ കളക്ടീവിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ഡൽഹിയിൽ നിന്നും. പി ആർ സുനിൽ, രാഹുൽ ഗാന്ധി മഹാദേവപുരയിൽ കണ്ടെത്തിയത് അതിനേക്കാൾ ഗൗരവമേറിയ വിഷയമായി മാറുകയാണ്. റിപ്പോർട്ടേഴ്സ് കളക്ടീവ് ബീഹാറിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ 3 മണ്ഡലങ്ങളിലെ പരിശോധനയിൽ മാത്രം SIR-ന്റെ ബീഹാറിലെ വോട്ടർ പട്ടികയുടെ അന്തിമ ലിസ്റ്റ് വരാനിരിക്കെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവ്. എന്തൊക്കെയാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്? എത്രമാത്രം ഗൗരവകരമാണ് കണ്ടെത്തലുകൾ? പി ആർ സുനിൽ. അരുൺ, തീർച്ചയായും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് റിപ്പോർട്ടർ കളക്ടീവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് റിപ്പോർട്ടർ കളക്ടീവ് പുതിയ വോട്ടർ പട്ടികയുടെ കരട് വെച്ചുകൊണ്ട് പരിശോധന നടത്തിയത്. ഇതിൽ 80,000-ഓളം വോട്ടുകൾ ഈ 3 മണ്ഡലങ്ങളിലായി കള്ളവോട്ടുകളിൽ നിന്ന് കണക്കാക്കാവുന്ന തരത്തിൽ ചേർത്തിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഇല്ലാത്ത മേൽവിലാസത്തിന്റെ പേരിൽ 509 വോട്ട് ഒരു വില്ലേജിൽ ചേർത്തിരിക്കുന്നു പിപ്ര മണ്ഡലത്തിൽ. അങ്ങനെ പലയിടങ്ങളിലും 20-ലധികം വോട്ടുകൾ ചേർത്ത 3,900-ലധികം കേസുകളുണ്ടെന്നാണ് റിപ്പോർട്ടർ കളക്ടീവ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ 25,000 വോട്ട് വെച്ച് ഇതുപോലെ ചേർത്തിട്ടുണ്ടെങ്കിൽ ബീഹാറിലാകെ 243 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അപ്പോൾ ഏതാണ്ട് 60 ലക്ഷത്തിലധികം വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തേക്കാം എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഏതാണ്ട് 65 ലക്ഷം വോട്ടർമാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത്. അങ്ങനെ 65 ലക്ഷം വോട്ടർമാർ ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ 60 ലക്ഷത്തോളം പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നു. അത് പക്ഷേ കള്ളവോട്ടുകളാണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങൾ കൂടി വരികയാണ്. വളരെ ഗൗരവമായ ഒരു സാഹചര്യമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് അതിനെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പലയിടങ്ങളിലും പരിശോധനകൾ നടത്തുന്നുണ്ട്, ഇത്തരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വന്നിട്ടില്ല. തീർച്ചയായും വരും ദിവസങ്ങളിൽ വലിയ വിവാദമാകാൻ പോകുന്ന, വലിയ ചർച്ചയാകാൻ പോകുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് റിപ്പോർട്ടർ കളക്ടീവ് ഈ 3 നിയമസഭാ മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു പി ആർ സുനിൽ ആൻഡ് ഗുഡ് നൈറ്റ് പി ആർ സുനിൽ.